ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പുതിയ ചാപ്റ്ററിൻ്റെ നോട്ട്സ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് അതിൻ്റെ മീനിങ് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് ഹിയർ ദി കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഇറ്റ് ഈസ് വൺ ഓഫ് ദി സ്പെഷ്യലൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഫോർ കൺസൈൻമെൻറ്റ് ട്രാൻസാക്ഷൻസ് ഓർ കൺസൈൻമെൻറ്റ് ബിസിനസ്. ഹിയർ വാട്ട് ഈസ് കൺസൈൻമെൻറ്റ്? Consignment means it is a special type of trading in which one person send goods to other person to be sold by the latter on behalf of the former for a commission. Here one party, that may be manufacturer or trader, send goods to other person, that means the agent, to be sold on behalf of the former for a commission. അതായത് ബിസിനസ് കൺസേൺ മേ ബി എ മാനുഫാക്ചറിങ് കമ്പനി സെൻഡ് ഗുഡ്സ് ടു എ ട്രേഡർ ഓർ സെൻഡ് ഗുഡ്സ് ടു എ ഡീലർ, ദാറ്റ് മീൻസ് ഡീലർ സെൻഡ് ഗുഡ്സ് ടു എ ഡീലർ ഫോർ സെല്ലിംഗ് ദ പ്രൊഡക്റ്റ് ഓൺ ബിഹാഫ് ഓഫ് ദി മാനുഫാക്ചറർ. Then that arrangement is known as the consignment. Therefore, in case of a consignment business, two parties are there. That means the person who sending the goods is known as the consignor, and the person to whom the goods are sent is known as the consignee. In case of consignment, two parties are there, consignor and consignee. Consignor means the person who send the goods, that is maybe manufacturer. ആരാണ് ഗുഡ്സ് അയക്കുന്നത് അയാൾക്കാണെന്ന് പറയുന്നത്, ആരാണ് ഗുഡ്സ് കൊടുക്കുന്നത് അയാൾക്കാണെന്ന് പറയുന്നത് കൺസൈനർ എന്ന് പറയുക. ഇനി ആരാണോ ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലെ ഡീലറായിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലെ ദ പേഴ്സൺ ടു ഹൂം ദ ഗുഡ്സ് ആർ സെൻഡ് ഈസ് നോൺ ആസ് ദി കൺസൈനി. അപ്പോൾ കൺസൈനറും കൺസൈനിയും രണ്ട് പാർട്ടിയാണുള്ളത്. ഒന്ന് സെൻഡ് ചെയ്യുന്നയാൾ കൺസൈനറും, ദെൻ ഡീലർക്കാണെന്ന് പറയുന്നത് ആർക്കാണോ ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അവർക്കാണെന്ന് പറയുന്നത് കൺസൈനി എന്ന് പറയുന്നത്. Therefore, consignment is an arrangement in which consignor send goods to consignee to sell on behalf of the consignor. Then the relation between the consignor and consignee is that of the principal and agent. That means here the consignee act on behalf of the consignor. എന്ത് ചെയ്യുക? കൺസൈനർക്ക് വേണ്ടിയാണ് എന്ത് ചെയ്ത് ആക്ട് ചെയ്യുന്നത് അല്ലേ. Therefore, the relation between these two parties are in the form of the principal and agent. Okay, then അപ്പോൾ ഓർമ്മിക്കുക, വാട്ട് ഈസ് കൺസൈൻമെൻറ്റ് ബിസിനസ് ഓർ വാട്ട് ഈസ് കൺസൈൻമെൻറ്റ്? കൺസൈൻമെൻറ്റ് മീൻസ് ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ഇൻ വിച്ച് ദ കൺസൈനർ സെൻഡ് ഗുഡ്സ് ടു ദി കൺസൈനി ടു സെൽ ഓൺ ബിഹാഫ് ഓഫ് ദി കൺസൈനർ. ഓക്കെ, ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുക. ഫീച്ചേഴ്സ് ഓഫ് കൺസൈൻമെൻറ്റ് ബിസിനസ് ആർ, ഫസ്റ്റ് ഈസ് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ട്രാൻസാക്ഷൻ ഇൻ വിച്ച് ഗുഡ്സ് ആർ സെൻഡ് ബൈ കൺസൈനർ ടു കൺസൈനി ഇൻ അതർ ടൗൺ ഓർ സിറ്റി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ഒരു മാനുഫാക്ചറർ ഡീലർക്ക് ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുക്കും. ദെൻ സെക്കൻഡ് വൺ, ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് ഏജൻസി കോൺട്രാക്ട്. ഇൻ വിച്ച് ദ കൺസൈനർ ഈസ് ദ പ്രിൻസിപ്പൽ ആൻഡ് കൺസൈനി ഈസ് ദി agent. Okay, there is an agreement between the consignor and consignee regarding the terms and conditions of the consignment, business. Okay, then third one, the ownership of the goods remains with the consignor. Okay, only the possession of the goods is transferred to the consignee, then ownership rests with the consignor. Okay, therefore he bears all the risk are beared by the consignor അല്ലേ. കൺസൈനി ഗുഡ്സ് മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്നേ ഉള്ളൂ. എന്ത് ചെയ്യാണ്? ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് കൺസൈനർക്ക് മാത്രമേ ഉള്ളൂ അല്ലേ. കൺസൈനി ആക്ട് ഓൺലി ആസ് ആൻ ഏജൻറ്റ് ഫോർ ദി ഗുഡ്സ് ഓഫ് ദി കൺസൈനർ. ദ നെക്സ്റ്റ് വൺ, ഗുഡ്സ് ആർ സോൾഡ് ബൈ ദ കൺസൈനി ഓൺ ബിഹാഫ് ഓഫ് ദി കൺസൈനർ ആൻഡ് ദി സെയിൽസ് പ്രൊസീഡ്സ് ആർ റെമിറ്റഡ് ടു ദി കൺസൈനർ. അപ്പോൾ എന്ത് ചെയ്യും? ഗുഡ്സ് സോൾഡ് ചെയ്യുന്ന ആരാണ്? ഗുഡ്സ് കസ്റ്റമേഴ്സിന് വിൽക്കുന്നവരാണ്? കൺസൈനിയാണ് വിൽക്കുന്നത് അല്ല. അയാൾ ഷോപ്പ് വഴിയായിരിക്കും വിൽക്കുന്നുണ്ടാവും അല്ല, ഡീലറാണ് വിൽക്കുന്നത്. ഇനി അപ്പോൾ കൺസൈനി എന്ത് ചെയ്യും? ഈ ക്യാഷ് എന്ത് ചെയ്യണം? ആർക്ക് റെമിറ്റ് ചെയ്യണം അല്ല. വിറ്റ് കിട്ടുന്ന ക്യാഷ് ആർക്ക് കൊടുക്കണം? കൺസൈനർക്ക് കൊടുക്കണം. അപ്പോൾ കൺസൈനിക്കുള്ള റിവാർഡ് എന്താണ്? കൺസൈനിക്ക് എന്ത് ചെയ്യും? കമ്മീഷൻ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓൾ എക്സ്പെൻസസ് ഓഫ് ദി കൺസൈൻമെൻറ്റ് ആർ ബോൺ ബൈ ദി കൺസൈനർ. കൺസൈൻമെൻറ്റ് ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസും ബിയർ ചെയ്യുന്ന ആരാണ്? കൺസൈനറാണ്. ദെൻ ഫോർ എൻ്ററിങ് ദി സർവീസസ് ദ കൺസൈനി ഗെറ്റ്
കമ്മീഷൻ അല്ലേ, ഇയാൾ ഏജൻറ്റായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, കൺസൈനിക്ക് എന്ത് കിട്ടും, കൺസൈനിക്ക് കമ്മീഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് ഓർമ്മിക്കുക. ദെൻ വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ കൺസൈൻമെൻറ്റ് ആൻഡ് സെയിൽ. കൺസൈൻമെൻറ്റും അതുപോലെ സെയിലും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. അതിൽ ഫസ്റ്റ് കേസ് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ ദ കൺസൈനർ ആൻഡ് കൺസൈനി ഈസ് ദാറ്റ് ഓഫ് ദി പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു. ദെൻ സെയിൽസിൽ ആരാണ്, സെല്ലറും ബയറുമാണ് അല്ലേ, സെല്ലറും ബയറുമാണ്. ഓക്കെ. ദ സെക്കൻഡ് വൺ, ഓൺലി ദ പൊസഷൻ ആൻഡ് നോട്ട് ദി ഓണർഷിപ്പ് ഇസ് ട്രാൻസ്ഫർഡ് ടു ദി കൺസൈനി. നമ്മൾ പറഞ്ഞല്ലോ എന്താണ്, ഓണർഷിപ്പ് ഇസ് ടു ദി കൺസൈനർ, only the possession is transferred, but in case of sales both ownership and possession is transferred to the then buyer. Next one, physical transfer of goods is must. Physical transfer of goods is must. എന്ത് ചെയ്യണം, കൺസൈൻമെൻറ്റ് ബിസിനസ് എന്ത് ചെയ്യണം, ഗുഡ്സ് കൺസൈനറിൽ നിന്നും കൺസൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. then only the consignee can sell the goods to the customers. then the physical movement or physical transfer of goods from the consignor to consignee is a must. but in case of sales, then it is not compulsory. Transfer of goods at the time of purchase is not compulsory. Okay, maybe a future agreement is made, or then or the goods or the physical assets or the physical movement of the assets or the physical transfer of the asset is made in a future date. Okay, therefore physical movement is not a must. Next one, risk is not transferred to the consignee. റിസ്ക് ആർക്കാണ്, കൺസൈനർക്കാണ്. കൺസൈനിക്ക് റിസ്ക് ഒന്നുമില്ല. ഇപ്പോൾ ഗുഡ്സ് ലോസ് ആയാലോ ഡാമേജ് ആയാലോ തെഫ്റ്റ് ചെയ്താലോ ദെൻ എന്തെങ്കിലും ഹാപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ലോസ് ആര് ബിയർ ചെയ്യേണ്ട, കൺസൈനി ബിയർ ചെയ്യേണ്ട. ആ ലോസൊക്കെ ആരാണ് ബിയർ ചെയ്യേണ്ടത്, കൺസൈനറാണ് ബിയർ ചെയ്യേണ്ടത്. പക്ഷേ നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലോ എല്ലാ റിസ്ക്കും ആർക്കാണ്, ബയർക്കാണുള്ളത്, പർച്ചേസർക്കാണുള്ളത്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഗുഡ്സ് സെൻഡ് ടു കൺസൈനി ക്യാൻ ബി കോൾഡ് ബാക്ക്. അല്ല, കൺസൈനർ അയച്ച ഗുഡ്സ് എന്ത് ചെയ്യുക, കൺസൈനർക്ക് എന്ത് ചെയ്യുക, അത് തിരിച്ചു വിളിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ അപ്പം പർച്ചേസിൻ്റെ കേസിൽ എന്തില്ല, ഗുഡ്സ് വൺസ് സോൾഡ് കനോട്ട് ബി കോൾഡ് ബാക്ക്. എന്ത് ചെയ്യാൻ പറ്റില്ല, ഗുഡ്സ് വൺസ് സോൾഡ് കനോട്ട് ബി കോൾഡ് ബാക്ക് ഫ്രം ദി ബയർ. ഒരു വാങ്ങിയ സാധനം എന്ത് ചെയ്യുക, നമ്മൾ ആരുടെ നിന്ന് വാങ്ങി അവർക്ക് തിരിച്ച് വാങ്ങാൻ റൈറ്റ് ഇല്ല, കാരണം ഓണർഷിപ്പ് ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതുകൊണ്ട്. ദെൻ ഫൈനലി കൺസൈനി പ്രിപ്പയർസ് അക്കൗണ്ട് സൈഡ്സ് ആൻഡ് സെൻഡ് ടു ദി കൺസൈനർ. ദെൻ നോ സച്ച് അക്കൗണ്ട് സൈഡ് ഇസ് റിക്വയർഡ്. ഓക്കെ, അപ്പോൾ കൺസൈൻമെൻറ്റിൽ നമ്മൾ അക്കൗണ്ട് സൈഡ്സ് എന്നൊരു ഐറ്റം ഉണ്ട്. കൺസൈനർക്ക് എന്ത് ചെയ്യാം, ഒരു ഗുഡ്സ് സോൾഡ് ചെയ്ത ഗുഡ്സിൻ്റെ ഒരു ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും. അതിനാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് സൈഡ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ പിന്നീട് നെക്സ്റ്റ് ടേംസിൽ പറയുന്നത് താഴെ തന്നെയുണ്ട്, നോക്കാം. ഇനി ഇമ്പോർട്ടൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ കൺസൈൻമെൻറ്റ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രൊഫോർമ ഇൻവോയ്സ്. Proforma invoice means it is a statement prepared by the consignor and sent to the consignee along with the goods sent to the consignee. എന്ത് ചെയ്യാം, പ്രൊഫോർമ ഇൻവോയ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സാധാരണ ബില്ല് എന്ന് പറയില്ലേ, അതിന് ഈക്വലാണ് അല്ലേ, ബില്ലിന് ഈക്വൽ. അതായത് കൺസൈനിക്ക് ഗുഡ്സ് അയച്ചു കൊടുക്കുമ്പോൾ അതോടൊപ്പം ഈ അയച്ചു കൊടുക്കുന്ന ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് അല്ലേ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനാണെന്ന് പറയുന്നത് പ്രൊഫോർമ ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദി കൺസൈനർ ആൻഡ് സെൻഡ് അലോങ് വിത്ത് ദി ഗുഡ്സ് ടു ദി consignee. It contains the details about the goods sent such as quantity, quality of goods, then price of the goods, expenses incurred by the consignor, etc. The object of proforma invoice is to convey information to the consignee regarding particulars of the goods sent. അല്ലേ, അപ്പോൾ അയച്ചു കൊടുത്ത ഗുഡ്സ് എന്ത് ചെയ്യണം, ആ ഫുൾ ഗുഡ്സ് കിട്ടി എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണമല്ലോ. ഓക്കെ, അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ പറയുന്നിരിക്കുന്നത് ഈ പ്രൊഫോർമ ഇൻവോയ്സിൽ പറയുന്നത്. ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഗുഡ്സ് സെൻഡ് ബൈ ദ കൺസൈനർ ടു കൺസൈനീസ് സ്പെസിഫൈഡ് ഇൻ ദി പ്രൊഫോർമ ഇൻവോയ്സ്. ഓക്കെ, then account sales. ഓക്കെ, രണ്ടാമത്തെ ടൈം നോക്കാം. അക്കൗണ്ട് സെയിൽ. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദ കൺസൈനി ആൻഡ് സെൻഡ് ടു ദി കൺസൈനർ പീരിയോഡിക്കലി. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊഫോർമ ഇൻവോയ്സ് ആരാ പ്രിപ്പയർ ചെയ്യുന്നത്, കൺസൈനറാണ് അല്ലേ. കൺസൈനിക്ക് അയച്ചു കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയുന്നത് പ്രൊഫോർമ ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നോക്കി, അക്കൗണ്ട് സെയിൽസ് ഏതാണ്, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദി കൺസൈനി ആൻഡ് സെൻഡ് ടു ദി കൺസൈനർ പീരിയോഡിക്കലി. അപ്പോൾ അതിലെന്തായിരിക്കും ഉണ്ടാവുക, എന്ത് ഡീറ്റെയിൽസ് ആയിരിക്കും അപ്പോൾ അക്കൗണ്ട് സെയിൽസ് കൊടുക്കുക. അക്കൗണ്ട് സെയിൽസ് കൺസൈനി വിറ്റ ഗുഡ്സിൻ്റെ
വിറ്റ ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടാവുക. നോക്കാം. ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഫോർമേഷൻസ് ലൈക്ക് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് സോൾഡ്, ദാറ്റ് മീൻസ് ക്യാഷ് ബേസിസ് ആൻഡ് ക്രെഡിറ്റ് ബേസിസ്. Then price realized less expense incurred by the consignee, his commission, any advance sent to consignor and balance due to the consignor. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, അക്കൗണ്ട് സെയിൽസ് ഉണ്ടാവുക അല്ലേ. കൺസൈനിയെ ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആയിരിക്കും അല്ലേ. ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ബേസിസ് ആസ് വെൽ ആസ് ദി ക്യാഷ് ബേസിസ്. ദെൻ ദ പ്രൈസ് റിയലൈസ്ഡ് ഫ്രം ദി കസ്റ്റമേഴ്സ്. ദെൻ എക്സ്പെൻസസ് incurred by the consignee and his commission, any advance given to the consignor and the balance amount due to the consignor, etc. should be shown in the account sales. Okay. And third term, മൂന്നാമത്തെ ടേം പറയുന്നത് എന്താണ്? കമ്മീഷനാണ്. For selling goods on behalf of the consignor, the consignee is entitled to commission, which is generally a fixed percentage of gross sales proceeds. Okay. എന്ത് ചെയ്യുക? ഇവിടെ കൺസൈനിക്കുള്ള റിവാർഡ് എന്ന് പറയുന്നത് എന്താണ്? കൺസൈനിക്കുള്ള ബെനിഫിറ്റ് എന്താണ്? ഇങ്ങനെ ഗുഡ്സ് സോൾഡ് ചെയ്ത് എന്ത് ചെയ്യും? കമ്മീഷൻ കിട്ടും. ഇനി കമ്മീഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? യൂഷ്വലി കമ്മീഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് സെയിൽസ്. എത്രയാണോ കൺസൈനി സോൾഡ് ചെയ്ത ഗുഡ്സ് അതിൻ്റെ എത്ര എമൗണ്ടാണ് ടോട്ടൽ കിട്ടിയത് ഗ്രോസ് സെയിൽസ്, അതിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും എന്ത് ചെയ്യുക? കമ്മീഷനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ. ദെൻ കമ്മീഷൻ 3 രീതിയിലുണ്ട്. ഓർഡിനറി കമ്മീഷൻ, ഡിൽക്രിഡർ കമ്മീഷൻ ആൻഡ് ഓവർ റൈഡിങ് കമ്മീഷൻ. ഓർഡിനറി കമ്മീഷൻ, ഡിൽക്രിഡർ കമ്മീഷൻ ആൻഡ് ഓവർ റൈഡിങ് കമ്മീഷൻ. അപ്പോൾ ആദ്യത്തെ കേസ് നോക്കാം. ഓർഡിനറി കമ്മീഷൻ unless otherwise mentioned, commission means ordinary commission. It is usually calculated as a percentage of gross sales proceeds. അപ്പോൾ കമ്മീഷൻ സാധാരണ എന്ത് ചെയ്യുക? സെയിൽസിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും. ഇനി എന്താ ഡിൽക്രിഡർ കമ്മീഷൻ നോക്കാം. ഡിൽക്രിഡർ കമ്മീഷൻ മീൻസ് ഇറ്റ് ഈസ് ആൻ അഡീഷണൽ കമ്മീഷൻ ഗിവൺ ടു ദ കൺസൈനി ഫോർ ബിയറിംഗ് ദ റിസ്ക് ഓഫ് ബാഡൻസ് അറൈസിംഗ് ഔട്ട് ഓഫ് ദി ക്രെഡിറ്റ് സെയിൽ ഓഫ് കൺസൈൻമെൻറ്റ് ഗുഡ്സ്. ഓക്കെ. The consignee is allowed to sell goods on cash basis as well as the credit basis. Then the risk arising on credit sales of the goods should be sometimes bear by the consignee. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ കൺസൈനി ഗുഡ്സ് ക്രെഡിറ്റിന് സോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, അവിടെ ബാഡേഴ്സ് ഉണ്ട്, റിസ്കോ ബാഡേഴ്സ് ഉണ്ട് അല്ലേ. ചിലപ്പോൾ എന്ത് ചെയ്യുക? പൈസ കിട്ടില്ല എന്ന് വരാം. അപ്പോൾ ആ റിസ്ക് ചിലപ്പോൾ ആര് ബെയർ ചെയ്യും? എഗ്രിമെൻറ്റിൽ പറയും റിസ്ക് ഓഫ് ബാഡേഴ്സ് മേ ബി ബിയർ ബൈ ദി കൺസൈനി. ചിലപ്പോൾ എന്ത് ചെയ്യാം? അതാര് ബിയർ ചെയ്യാം? കൺസൈനി ബിയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ കൺസൈനിയാണ് ആ റിസ്ക് ബിയർ ചെയ്യുന്നത്. എന്ത് ചെയ്യും? അഡീഷണൽ കമ്മീഷൻ കൊടുക്കും. ആ അഡീഷണൽ കമ്മീഷനാണെന്ന് പറയുന്നത് ഡിൽക്രിഡർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ. Dilcredit commission is generally calculated on the total sales. Okay. And not merely on credit sales unless otherwise stated in the question. എന്ത് ചെയ്യുക? ടോട്ടൽ സെയിൽസിൻ്റെ പെർസെൻറ്റേജ് തന്നെയായിരിക്കും എന്ത് ചെയ്യുക? ഡിൽക്രിഡർ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അത് ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് പറയും. ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ടോട്ടൽ സെയിൽസിൻ്റെ പെർസെൻറ്റേജ് തന്നെയാണ് ഡിൽക്രിഡർ കമ്മീഷനായിട്ട് എടുക്കേണ്ടത്. ഇനി തേർഡ് വൺ, ഓവർ റൈഡിങ് കമ്മീഷൻ. ഇറ്റ് ഈസ് ആൻ എക്സ്ട്രാ കമ്മീഷൻ ഇൻ അഡീഷൻ ടു നോർമൽ കമ്മീഷൻ. ചില കേസിൽ എന്ത് ചെയ്യുക? ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ല ചില സീസണിലായിട്ടൊക്കെ എന്ത് ചെയ്യുക? ചിലപ്പോൾ എന്ത് ചെയ്യും? ഓർഡിനറി കമ്മീഷനെ കൂടാതെ അഡീഷണൽ ആയിട്ട് 1%, 2% എന്ത് ചെയ്യുക? അഡീഷണൽ കമ്മീഷൻ കൊടുക്കും. അതിനാണ് എന്ത് പറയുക? ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറയുക അല്ലേ. ഏതാ? സെയിൽസ് പ്രൊമോഷൻ്റെ പാർട്ടായിട്ട്. ഹിയർ ഇറ്റ് ഈസ് ആൻ എക്സ്ട്രാ കമ്മീഷൻ ഇൻ അഡീഷൻ ടു ദി നോർമൽ കമ്മീഷൻ. This commission is generally offered for pushing or promoting a new product in the market or for winning a new market. അല്ലേ, പുതിയൊരു മാർക്കറ്റിൽ എന്ത് ചെയ്യുക? ഈ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ കേസിൽ അല്ല എന്ത് ചെയ്യുക? ഒരു ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള അഡീഷണൽ കമ്മീഷൻ കൺസൈനിക്ക് കൊടുക്കാം. ആ കമ്മീഷനാണെന്ന് പറയുക ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ടേംസ് വളരെ സ്പെസിഫിക് ആയിട്ട് ഓർമ്മിച്ച് വെക്കണം. നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ കമ്മീഷൻ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ 3 ടേംസാണ് നമ്മൾ മെയിനായിട്ടും പറഞ്ഞത്. ഒന്ന് പ്രൊഫോർമ ഇൻവോയ്സ്, രണ്ടാമത്തേത് അക്കൗണ്ട് സെയിൽ, തേർഡ് വൺ കമ്മീഷൻ. 3 രീതിയിൽ. ദെൻ വാട്ട് ആർ ദേ? 3 types of commissions: ordinary commission, Dilcredit commission and overriding
കമ്മീഷൻ. ഓക്കെ, ഡീലിക്വിഡേറ്റഡ് കമ്മീഷൻ റിസ്ക് ഓഫ് ബാഡേഴ്സ് ബെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ ഓവർ റൈഡിങ് കമ്മീഷൻ അഡീഷണൽ കമ്മീഷനാണ് ഫോർ ഇൻ കേസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ന്യൂ പ്രൊഡക്റ്റ് ഓർ ഇൻട്രൊഡ്യൂസിങ് പ്രൊഡക്റ്റ് ഇൻ ദ ന്യൂ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കേസ് ഓർമ്മിച്ച് വെക്കുക. വാട്ട് ഈസ് കൺസൈൻമെൻറ്റ്? കൺസൈൻമെൻറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് business in which one party, that means consignor, send goods to other party, that is consignee, for selling the goods on behalf of the consignor for commission. Okay, അപ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് ഡീറ്റെയിൽസ് നമ്മൾ നെക്സ്റ്റ് ഡേ പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് എഴുതി പഠിക്കുക. വാട്ട് ഈസ് കൺസൈൻമെൻറ്റ്, ദെൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കൺസൈൻമെൻറ്റ് ബിസിനസ്, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ കൺസൈൻമെൻറ്റ് ആൻഡ് സെയിൽസ്, ആൻഡ് the terms used in consignment like pro forma invoice, account sales, and commission. In commission, 3 types of commissions are there. What are they? Ordinary commission, declaratory commission, and overriding commission. Okay, നമുക്ക് അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നാളെ മുതൽ നോക്കാം.